ഹലോ എവ്രി വൺ, ഞാനിന്ന് ഇവിടെ എടുക്കാൻ പോകുന്നത് പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറിയെക്കുറിച്ചാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറി പറയുന്നതിന് മുന്നേ നമുക്ക് എന്താണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് കൂടി പറയാം. അതായത് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുമ്പോൾ ദ പ്രൈസ് ഓഫ് വൺ കറൻസി ഇൻ ടേംസ് ഓഫ് അനദർ കറൻസി. അതായത് ഒരു കൺട്രിയുടെ കറൻസി വേറൊരു രാജ്യത്തെ കൺട്രിയുടെ കറൻസിയുമായിട്ട് ഡിഫറൻസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു വാല്യൂ എക്സ്ചേഞ്ച്, രണ്ട് കറൻസിയുടെ വാല്യൂ ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അവിടെ നമ്മളൊരു എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യുമല്ലോ. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് റുപ്പി, നമ്മുടെ വേറെ രാജ്യത്തെ ഡോളർ പർച്ചേസ് ചെയ്യണമെങ്കിൽ US ഡോളർ നമുക്ക് 1 റുപ്പി പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ രാജ്യത്തെ എത്ര റുപ്പി കൊടുക്കണം? US ഡോളർ പർച്ചേസ് ചെയ്യാൻ നമുക്ക് എത്ര റുപ്പി കൊടുക്കണം? ഇപ്പോൾ 60 രൂപയാണെങ്കിൽ ആ 60 = 1 US ഡോളർ. ഒരു US ഡോളർ പർച്ചേസ് ചെയ്യാൻ നമുക്ക് വേണ്ടത് 60 റുപ്പിയാണ്. അപ്പോൾ ആ തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, ഈ 60ഉം ഈ 1 US ഡോളറായിട്ടുള്ളൊരു ഡിഫറൻസ്, ആ രണ്ടും ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറിയിലേക്ക് വരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് നോക്കാം. വൺ ഓഫ് ദ ഏർലിയസ്റ്റ് ആൻഡ് സിംപ്ലസ്റ്റ് മോഡൽ ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിനേഷൻ. ഈ PPP തിയറി നമ്മളുടെ തുടക്കം മുന്നേ ഉള്ളൊരു എക്കണോമിസ്റ്റുകൾ പറഞ്ഞൊരു തിയറിയാണ്. പൊതുവേ ഇത് എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിനേഷന് വേണ്ടിയിട്ടാണ് ഈ PPP തിയറി പ്രൊപ്പോണ്ട് ചെയ്തത്. പിന്നെ പ്രൊപ്പോസഡ് ബൈ ഡേവിഡ് റിക്കാർഡോ ആൻഡ് പോപ്പുലറൈസ്ഡ് ബൈ എക്കണോമിസ്റ്റ് ഗുസ്താവ് കാസൽ. ഈ തിയറി പ്രപ്പോസ് ചെയ്തത് ഡേവിഡ് റിക്കാർഡോ ആണ്. ഇത് പോപ്പുലറൈസ്ഡ് ചെയ്തത് ഫേമസ് എക്കണോമിസ്റ്റ് കൂടിയായ ഗുസ്താവ് കാസൽ എന്ന് പറഞ്ഞൊരു എക്കണോമിസ്റ്റ് കൂടിയാണ്. PPP ഈസ് ആൻ എക്കണോമിക് തിയറി ദാറ്റ് കമ്പയർസ് ഡിഫറൻറ്റ് കറൻസീസ് ത്രൂ എ ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ് അപ്രോച്ച്. എന്താണ് ഈ ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ് അപ്രോച്ച്? ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബാസ്ക്കറ്റിൽ കുറേ ഗുഡ്സ് ഉണ്ടാവും. അത് ഏത് കറൻസി വെച്ച് വാങ്ങിയാലും ഒരേ വാല്യൂ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിന്ന് നമ്മുടെ റുപ്പി വെച്ച് വാങ്ങുകയാണെങ്കിലും അതേ ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ് തന്നെ കിട്ടണം. നമ്മൾ US പോയി വാങ്ങിയാലും അതേ ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ് തന്നെ കിട്ടണം. അതാണ് ഇവിടെ ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ഓൺ ദ ബേസ് ഓഫ് പർച്ചേസിംഗ് പവർ ഓഫ് ദി കറൻസി. ഇവിടെ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമൈൻഡ് ചെയ്യുന്നത് ആ കറൻസിയുടെ പർച്ചേസിംഗ് പവർ അനുസരിച്ചായിരിക്കും. എന്താണ് പർച്ചേസിംഗ് പവർ? Purchasing power parity is a theory of exchange rate determination and a way to compare the average cost of goods and services between countries. രണ്ട് കൺട്രികളുടെയും അല്ലെങ്കിൽ രണ്ട് കൺട്രീസിൻ്റെയും അവരുടെ ആവറേജ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഡിറ്റർമൈൻ ചെയ്യാനും എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു തിയറിയാണ് പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറി. ഇനി നമുക്ക് എന്താണ് ഒരു കറൻസിയുടെ പർച്ചേസിംഗ് പവർ എന്താണെന്ന് നോക്കാം. അക്കോർഡിംഗ് ടു ദിസ് പാരിറ്റി തിയറി, ദ വാല്യൂ ഓഫ് എ കറൻസി ഇൻ വൺ കറൻസി ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ എമൗണ്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ക്യാൻ ബി പർച്ചേസ്ഡ് വിത്ത് എ യൂണിറ്റ് ഓഫ് കറൻസി. ദിസ് ഈസ് കോൾഡ് പർച്ചേസിംഗ് പവർ ഓഫ് ദ കറൻസി. അതായത് അക്കോർഡിംഗ് ടു ദിസ് പാരിറ്റി തിയറി, ദ വാല്യൂ ഓഫ് എ കറൻസി ഇൻ വൺ കൺട്രി ഇസ് ഡിറ്റർമൈൻഡ് ബൈ ദ എമൗണ്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ക്യാൻ ബി പർച്ചേസ്ഡ് വിത്ത് എ യൂണിറ്റ് ഓഫ് ദ കറൻസി. അതായത് നമ്മുടെ രാജ്യത്തെ ഒരു യൂണിറ്റ് ഓഫ് കറൻസിക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് സെയിം തന്നെ ആയിരിക്കണം വേറൊരു രാജ്യത്തെ ഗുഡ്സ് ആൻഡ് ഒരു കറൻസിയായിട്ട് നമുക്ക് വാങ്ങാൻ കഴിയേണ്ടത്. അതായത് ഒരേ വാങ്ങൽ ശേഷി ഒരു മലയാളം മീനിങ് ആണ്. പർച്ചേസിംഗ് പവറിൻ്റെ മലയാളം മീനിങ് വാങ്ങൽ ശേഷി എന്ന് പറയുന്നത്. ഒരു കറൻസിക്ക് ഉണ്ടാകുന്ന ഒരേ പർച്ചേസിംഗ് പവർ തന്നെ ആയിരിക്കണം വേറൊരു കൺട്രിയുടെ കറൻസിയുമായിട്ട് നമുക്ക് വാങ്ങാൻ കഴിയുന്നത്. ഇവിടെ വാങ്ങാൻ കഴിയുന്ന ഇപ്പോൾ ഈ കറൻസിക്ക് വാങ്ങാൻ കഴിയേണ്ട അതേ പർച്ചേസിംഗ് പവർ തന്നെയാണ് നമ്മൾ വേറൊരു രാജ്യത്ത് പോയാൽ നമുക്ക് വാങ്ങാൻ കഴിയേണ്ടത്. അതാണ് പർച്ചേസിംഗ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ ആ പർച്ചേസിംഗ് പവർ ഈക്വൽ ആക്കണമെങ്കിൽ അതിൻ്റെ എക്സ്ചേഞ്ച് റേറ്റ് നമ്മൾ കാണണം. ആ എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യണമെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഇപ്പോൾ 1 റുപ്പി അല്ല, US ഡോളർ 1 US ഡോളർ പർച്ചേസ് ചെയ്യാൻ നമുക്ക് 60 റുപ്പീസ് വേണം. ആ 60 റുപ്പീസിൽ നിന്ന് നമുക്ക് എന്തൊക്കെ വാങ്ങാൻ കഴിയുമോ അത് തന്നെയാണെങ്കിൽ US ഡോളർ 1 US ഡോളറും കൊണ്ട് വാങ്ങാൻ കഴിയേണ്ടത്. അതാണ് പർച്ചേസിംഗ് പവർ ഓഫ് എ കറൻസി.
We purchased with a unit of currency. Okay. Then the exchange rate between two countries depends upon the relative purchasing power of the respective currencies are in equilibrium when their purchasing power is same in each of the two currencies. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്ചേഞ്ച് റേറ്റ് ബിറ്റ്വീൻ ടു കൺട്രീസ്, രണ്ട് കൺട്രീസ് തമ്മിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? പർച്ചേസിങ് പവർ ഓഫ് ദ റെസ്പെക്റ്റീവ് കറൻസീസ് ആർ ഇൻ ഈക്വിലിബ്രിയം. അതായത് പർച്ചേസിങ് പവർ ഈക്വൽ ആവുക, വാങ്ങൽ ശേഷി ഈക്വൽ ആകുക, രണ്ട് കറൻസിയുടെ വാങ്ങൽ ശേഷി ഈക്വൽ ആവുക, അതായത് രണ്ട് കറൻസിയുടെയും വാല്യൂ ഈക്വൽ ആക്കുക. ഒരു കറൻസി കൊണ്ട് വാങ്ങാൻ പറ്റുന്നത് തന്നെ ആയിരിക്കണം വേറൊരു രാജ്യത്തെ കറൻസിയായിട്ട് വാങ്ങാൻ കിട്ടേണ്ടത്. അത് രണ്ടും ഈക്വൽ ആക്കുമ്പോൾ അതിനാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്, പർച്ചേസിങ് പവർ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ദ പർച്ചേസിങ് പവർ ഈസ് എ സെയിം ഇൻ ഈച്ച് ഓഫ് ദ ടു കൺട്രീസ്. രണ്ട് കൺട്രീസിൻ്റെയും കറൻസി നമ്മൾ എന്താക്കുക? ഈക്വൽ ആക്കുക എന്ന് പറയുന്നത്. ദ ബേസിസ് ഓഫ് പി പി ഈസ് ദ ലോ ഓഫ് വൺ പ്രൈസ്. അത് നമുക്കറിയാം, ദ ലോ ഓഫ് വൺ പ്രൈസ്. അവിടെ ഒരു പ്രൈസ് ആയിരിക്കും, സെയിം പ്രൈസ് ആയിരിക്കും, സെയിം വാല്യൂ ആയിരിക്കും. അതാണ് ദ ലോ ഓഫ് വൺ പ്രൈസ് എന്ന് പറയുന്നത്. പിന്നെ ദ പ്രൈസ് ഓഫ് വൺ കറൻസി ഇൻ ടേംസ് ഓഫ് അനദർ കറൻസി, അതാണ് നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. പ്രൈസ് ഓഫ് വൺ കറൻസി ഇൻ ടേംസ് ഓഫ് അനദർ കറൻസി. ഓക്കെ, ഇനി പർച്ചേസിങ് പവർ പാരിറ്റി തിയറിയുടെ കുറച്ച് ക്രിറ്റിസിസം ഉണ്ട്. ഫസ്റ്റ് വൺ, ദ മോസ്റ്റ് ഓഫ് ഗുഡ്സ് മേ നോട്ട് ഫിഗർ ഇൻ ഇൻ്റർനാഷണൽ ട്രേഡ്. ഇപ്പം നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസ് എല്ലാം ഇൻ്റർനാഷണൽ ട്രേഡിൽ വരണമെന്നില്ല. ഇപ്പോൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡൊമസ്റ്റിക് ഗുഡ്സ് എല്ലാം ഇൻ്റർനാഷണൽ ട്രേഡിൽ എത്തിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എന്താണ്, ഈ പർച്ചേസിങ് പവർ പാരിറ്റി അല്ലെങ്കിൽ ആ ഒരു സെയിം വാല്യൂ അവിടെ കറൻസിയുടെ പർച്ചേസിങ് പവർ കിട്ടൂല. അതാണ് പറയുന്നത്. സെക്കൻഡ് വൺ, ഇൻ്റർനാഷണൽ ട്രേഡഡ് ഗുഡ്സ് ഓൾസോ മേ നോട്ട് ഹാവ് ദ സെയിം പ്രൈസ് ഇൻ ഓൾ മാർക്കറ്റ്സ്. ഇനിയിപ്പോൾ ഇൻ്റർനാഷണൽ ട്രേഡിൽ വന്നാൽ പോലും അത് എല്ലാ മാർക്കറ്റിലും സെയിം പ്രൈസ് അവിടെ വിൽക്കണമെന്നില്ല. ഈ സെല്ലേഴ്സ്, ഹോൾസെയിൽ റീറ്റെയിൽസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇവിടെ ഡിഫറൻസ് മാർക്കറ്റ്സ് ആയിരിക്കും ഉണ്ടാകുക. ഡിഫറൻസ് മാർക്കറ്റിൽ ഡിഫറൻസ് പ്രൈസും ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ എന്താണ്, ഈ പർച്ചേസിങ് പവർ എല്ലാ കറൻസിക്കും ഫിക്സ് ചെയ്യാൻ കഴിയില്ല. ഇറ്റ് കനോട്ട് ബി അപ്ലൈഡ് ഡൈനാമിക് വേൾഡ്. നമ്മുടെ ഈ എക്കണോമിക്സ് അല്ലെങ്കിൽ നമ്മുടെ വേൾഡ് ഡൈനാമിക്കും ആവാം, ചിലപ്പോൾ സ്റ്റാറ്റിക്കും ആവാം. സ്റ്റാറ്റിക്കും ആണെങ്കിലും ഡൈനാമിക്കും ആണെങ്കിലും നമ്മുടെ ഈ എപ്പോഴും എന്താണ് ഡൈനാമിക് എന്ന് പറയുന്നത്? എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക, മാറിക്കൊണ്ടിരിക്കുക, വേരിയേഷൻ വന്നുകൊണ്ടിരിക്കുക, പ്രൈസിൽ വേരിയേഷൻ വന്നുകൊണ്ടിരിക്കുക, കറൻസി ചേഞ്ച് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ പർച്ചേസിങ് പവർ എന്ന് പറയുന്നത് ഈ തിയറി അവിടെ അപ്ലൈ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണുള്ളത്. രണ്ട് വാങ്ങൽ ശേഷി, അതായത് പർച്ചേസിങ് പവർ, രണ്ട് രാജ്യങ്ങളുടെയും കറൻസി പവർ തുല്യമാവുക, സെയിം പ്രൈസ് ആവുക എന്നാണ് പറയുന്നത്. അതിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് പർച്ചേസിങ് പവർ പാരിറ്റി തിയറി എന്ന് പറയുന്നത്.